നിങ്ങൾക്കറിയാമോ നമ്മുടെ വേൾഡിൽ നിന്ന് തന്നെ കാണാതായിട്ട് പിന്നെ 35 വർഷത്തിന് ശേഷം തിരിച്ചു വന്നൊരു ഫ്ലൈറ്റിനെ കുറിച്ച്? അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ കൂടുന്ന സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഈ കഥ നടക്കുന്നത് ഏകദേശം 1954 സെപ്റ്റംബർ 4-നാണ്. ജർമ്മനിയിൽ നിന്നും ബ്രസീലിലേക്ക് പറക്കാനിരിക്കുന്ന സാന്റിയാഗോ ഫ്ലൈറ്റ് അത് പറന്നതിന് ശേഷം അറ്റ്ലാന്റിക് ഓഷന്റെ മുകളിൽ വെച്ച് അത് പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഇത് നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ആളുകൾ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഫ്ലൈറ്റ് ഇൻവിസിബിൾ ആയി പോവുക. അതിനുശേഷം ഏകദേശം 35 വർഷത്തിന് ശേഷമാണ് ഈ ഫ്ലൈറ്റ് വീണ്ടും ബ്രസീലിലേക്ക് ലാൻഡ് ആകുന്നത്. ആ ഒരു സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സും കാര്യങ്ങളും എല്ലാം ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവർ പൈലറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാനായിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവരതിനുശേഷം ഈ ഫ്ലൈറ്റ് തനിയെ ലാൻഡ് ആയതിനു ശേഷം ഇവരതിന്റെ അകത്തേക്ക് കയറി നോക്കിയപ്പോഴത്തേക്ക് ഇവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും സ്കെൽട്ടൻസ് പോലെ ആയിരുന്നു. ആ ഫ്ലൈറ്റ് ഓടിച്ചിരുന്ന പൈലറ്റ് ഉൾപ്പെടെ സ്കെൽട്ടൻസ് ആയിരുന്നു. അവരെ ഞെട്ടിച്ചത് ഇത് മാത്രമായിരുന്നില്ല, ഫ്യൂവൽ ഇല്ലാതെ പോലും ഈ ഫ്ലൈറ്റ് യാത്ര ചെയ്തു എന്നുള്ളതാണ്. ഏകദേശം 35 വർഷത്തോളം. സത്യത്തിൽ ഇതൊന്നും അല്ലായിരുന്നു ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം 1989 നവംബർ 14-ന് വീക്ക്ലി വേൾഡ് ന്യൂസ് എന്ന് പറയുന്ന ഒരു ന്യൂസുകാര്, അതായത് ഇവരുടെ ന്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഫാബ്രിക്കേറ്റഡ് ന്യൂസാണ് ഇവർ ഇറക്കുന്നത്. അപ്പോൾ ഇത് റിയൽ ആണെന്ന് ധരിച്ച് കുറെ ആളുകൾ ഈ കഥ വിശ്വസിക്കുകയും ഇത് പ്രചരിക്കുകയും ചെയ്തു. അതിനുശേഷം ലോകം മുഴുവനുള്ള കുറെ ആളുകൾ ഈ കഥ റിയൽ ആണെന്ന് പറഞ്ഞ് വിശ്വസിക്കുകയും ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലൈറ്റ് ടൈം ട്രാവൽ ചെയ്തതാണോ അതോ ഇനി എവിടെയെങ്കിലും വെച്ച് ഒരു ഗ്ലിച്ച് സംഭവിച്ചാണോ എന്നൊന്നും ആർക്കും അറിയാൻ പറ്റിയില്ല. ഇതിനെ പറ്റിയിട്ടൊരു തെളിവ് പോലും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട.